നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് 1 കപ്പ് കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ കോൺഫ്ലവർ ഈ ബാറ്ററിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബാറ്റർ ഒരുപാട് തിക്കായിട്ട് വേണ്ട, ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ഓരോ കോളിഫ്ലവറായിട്ട് ഇതിലോട്ട് പെറുക്കിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം നല്ല ഒരു ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഫ്രൈ ആയി കഴിഞ്ഞ ശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫുൾ കോളിഫ്ലവറും ഫ്രൈ ചെയ്ത് നമുക്കെടുക്കാം. നമ്മുടെ ഫുൾ കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ തന്നെയുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്